ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ACP കാർത്തി അർച്ചനയോടും സച്ചിയോടും ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അജയന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ആ മാലയെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും അജയന്റെ മാലയല്ലെന്ന് ഉറപ്പായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് അജയനെ കൊല്ലാൻ ഉപയോഗിച്ച ആരുടെങ്കിലും മാലയായിരിക്കുമെന്നും ACP പറയുന്നു. അർച്ചനയോട് പറയുന്നുണ്ട്. എന്നിട്ട് അർച്ചനയുടെ വീട്ടിലെ ആരെങ്കിലും ആ ഫോട്ടോ ഒന്ന് കാണിക്കാൻ. ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ടെങ്കിൽ പറയണം. അത് അജയന്റെ മാല അല്ലാത്ത സ്ഥിതിക്ക് ചിലപ്പോൾ മരണവെപ്രാളത്തിൽ കൊല്ലാൻ ശ്രമിച്ചവന്റെ കഴുത്തിൽ നിന്നും അജയൻ പൊട്ടിച്ചെടുത്തതായിരിക്കുമെന്നും പറയുന്നു. എന്തായാലും അർച്ചന എല്ലാവരെയും ഒന്ന് കാണിക്കുക, എന്നിട്ട് ഫോൺ വിളിക്ക് എന്ന് പറഞ്ഞിട്ട് ACP കാർത്തി ഫോൺ വെച്ചു. ഇത് കേട്ട് ടെൻഷനാവുകയാണ് സച്ചിയും അർച്ചനയും. ഇതേസമയം വളരെ വെപ്രാളത്തിലും ടെൻഷനിലും തന്നെയായിരുന്നു ധനുഷ്. ഈ സമയം അവന്തിക ധനുഷിനെ ഫോൺ ചെയ്യുന്നു. നീ എവിടെയാണെന്ന് ധനുഷ് ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, ഞാൻ ഈ വീടിന്റെ അകത്തുണ്ട്, ഇറങ്ങിയിട്ടില്ല. നീ എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? അത് ഇവിടെ വെച്ച് പറയാൻ പറ്റാത്തോണ്ടല്ലേ പുറത്ത് വെച്ച് കാണണമെന്ന് പറഞ്ഞത്. നീ വേഗം ഇറങ്ങ്, അത്യാവശ്യമാ എന്നൊക്കെ ധനുഷ് പറയുന്നു. ശരി, നീ ആദ്യം പൊയ്ക്കോളൂ, ഒരുമിച്ച് ഇറങ്ങിയാൽ പിന്നെ ആരെങ്കിലും സംശയിക്കും എന്ന് അവന്തിക പറയുന്നു. ശരി വേഗം വാ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ധനുഷ്. വളരെ ധൃതിയോടെ ധനുഷ് പോകാൻ തുടങ്ങിയപ്പോൾ നന്ദൻ അവിടേക്ക് വന്നിട്ട് ധനുഷിനെ വിളിച്ചു. താനിത് എങ്ങോട്ടാണെന്ന് ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നു, ഞാനിത് അത്യാവശ്യമായി പുറത്തേക്ക് പോവുകയാണ്, എനിക്ക് പുറത്ത് പോകണമായിരുന്നു, അതിനാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് നന്ദൻ പറയുമ്പോൾ ധനുഷ് പറയുന്നു, അയ്യോ സാർ, ഞാൻ വീട്ടിലൊന്ന് പോയിട്ടേ വരൂ. അവന്തികയും പുറത്തേക്ക് വരുമ്പോൾ നന്ദനും ധനുഷും തമ്മിൽ സംസാരിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. പെട്ടെന്ന് തന്നെ അവന്തിക മാറി നിൽക്കുന്നു. ധനുഷിനോട് നന്ദൻ പറയുന്നുണ്ട്, എന്നാ പിന്നെ ധനുഷ് പോയിക്കോളൂ, ഞാൻ എൻ്റെ വണ്ടി എടുത്തോളാം. അങ്ങനെ ഇപ്പോൾ ധനുഷ് വളരെ ധൃതിയോടെ പോകുന്നു. അവന്തിക മറഞ്ഞു നിന്ന് നോക്കുന്നത് അർച്ചന കാണുന്നുണ്ടായിരുന്നു. നന്ദനും വണ്ടി എടുത്തു പോയി. നന്ദൻ പോയി എന്ന് ഉറപ്പാക്കുകയാണ് അവന്തിക. അവന്തിക ഇങ്ങനെ പോകുന്നത് കണ്ട് മനസ്സിൽ വിചാരിക്കുകയാണ് അർച്ചന, ഞാൻ പറഞ്ഞതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവുമായിരിക്കും രണ്ടുപേരും കൂടി. പിന്നീട് കാണിക്കുന്നത് അവന്തികയും ധനുഷും തമ്മിൽ കാണുന്നുണ്ട്. അത് എൻ്റെ മലയാണെന്നുള്ളത് അർച്ചനയ്ക്ക് മനസ്സിലായി. ശരിക്കും അവൾ സ്വയം മനസ്സിലാക്കിയതല്ല, അവളുടെ ട്രാപ്പാണെന്നറിയാതെ ഞാൻ തന്നെ സ്വയം സമ്മതിച്ചതാണ്. നിന്നോട് പല ആവർത്തി ഞാൻ പറഞ്ഞതാണ് അർച്ചനയെ നിസാരമായി കാണരുതെന്ന്. അവള് ഒരു കാര്യം ഏത് കാര്യത്തിൽ കൊണ്ട് കൊള്ളിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ വയ്യാത്ത കാര്യമാണ്. എന്നിട്ട് നീയായിട്ട് തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞു കഴിഞ്ഞു അല്ലേ എന്ന് അവനൊക്കെ പറയുമ്പോൾ ധനുഷ് പറയുന്നു, അതെ, ഇനിയിപ്പോൾ ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും അത് പറയ്. അവന്തിക പറയുന്നു, രക്ഷപ്പെടാനുള്ള മാർഗം അവൾ തന്നെ നിനക്ക് പറഞ്ഞു തന്നതല്ലേ, എന്ത് ഇവിടം വിട്ട് പോകാനോ എന്ന് ധനുഷ് ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, അതെ, എല്ലാം കളഞ്ഞിട്ട് ഇവിടം വിട്ട് പോകണം, ഇനി തിരിച്ചു വരികയും ചെയ്യരുത്. ഇതാണ് സൊല്യൂഷൻ എങ്കിൽ നിന്നോട് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് തന്നെ ചെയ്താ പോരെ? മാല കാണിച്ച് എന്നെ ഭയപ്പെടുത്തി ഇവിടുന്ന് നാട് വിടാൻ പറഞ്ഞത് അവൾക്ക് എന്നെ ആവശ്യമില്ലാത്തോണ്ടാണ്. ഞാൻ പോകുന്നതോടുകൂടി ഈ വിവാഹം മുടക്കും എന്നപ്പുറത്തേക്ക് മറ്റൊരു സംഭവം കൂടിയുണ്ട്. പിന്നീട് അവന്തിക തനിച്ചാണ് എനിക്ക് 2 ദിവസത്തെ സമയം തന്നത്. എന്നിട്ട് നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അവൾക്ക് വേറെ എന്തോ ഒരു പദ്ധതി ഉണ്ട് ചെയ്യാൻ. എന്നെ ACP കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ മാറുന്നിട്ടും എന്നെ കൊണ്ട് എല്ലാ സത്യം ചെയ്യിപ്പിക്കാൻ മാറുന്നിട്ടും അവൾ അത് ചെയ്യാത്തത് അവൾ മറ്റെന്തോ മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്നത് നിനക്ക് നാശമേ ഉണ്ടാക്കൂ എന്ന് പറയുമ്പോൾ അവന്തിക പറയുന്നു, എന്ത് നാശമുണ്ടാക്കാൻ? അവന്തിക പണ്ട് ഒറ്റയ്ക്ക് തന്നെയായിരുന്നു, ഇനിയും ഒറ്റയ്ക്ക് തന്നെ മതി. എൻ്റെ പ്രതികാരവും വാശിയും ഞാൻ തന്നെ തീർക്കും, അത് മറ്റാരും കൂടെ ഇല്ലെങ്കിലും എനിക്കതിന് സാധിക്കും. ധനുഷ് പറയുന്നു, അത് പണ്ട് അന്ന് നിന്റെ ഭർത്താവ് നിന്നോടൊപ്പം ഇല്ലായിരുന്നോ? ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയിട്ടും അയാളുടെ ഓർമ്മകളുമായി അവിടെ കഴിയുന്ന മരുമകളെ സേതുമാനവന് വിശ്വാസമായിരുന്നു. അമ്മയ്ക്ക് പകരമായി നിന്ന് സച്ചിയും സന്ദീപിനെയും വളർത്തിയ അവന്തികയെടുത്തേ അവർക്കിഷ്ടവും ബഹുമാനവുമായിരുന്നു. ഈ പറയുന്ന ആനുകൂല്യങ്ങളൊന്നും ഇപ്പോൾ നിനക്കില്ല. എന്തിന്? കൂടെ പിറപ്പായ അനഘ പോലും ഇന്ന് നിന്റെ ശത്രുവാണ്. അവന്തികയുടെ സ്ഥിതി ഇപ്പോൾ വളരെ പരിതാപകരമാണ്. മറ്റൊരാളുടെ സഹായമില്ലാതെ ആ വീട്ടിൽ ഒരു ചെറു വിരൽ അനക്കാൻ പോലും നിനക്ക് പറ്റില്ല. എന്നെ ഒഴിവാക്കി നിന്നെ അർച്ചനയ്ക്ക് ഒറ്റയ്ക്ക് കിട്ടി തുടങ്ങുമ്പോൾ അവൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് ഒരു ഊഹവുമില്ല. ചിലപ്പോൾ അജയന്റെ കേസിൽ നിന്നെ ഒറ്റയ്ക്ക് പ്രതിയാക്കി ആ കളക്ടർ ശാലിനിയുടെ സഹായത്തോടെ നിന്നെ അകത്തിടാനും അർച്ചനയ്ക്ക് പറ്റും. ഇടുക്കേട്ട് ഞെട്ടലോടെ അവന്തിക നോക്കുകയാണ് ധനുഷിനെ. വീണ്ടും ധനുഷ് പറയുന്നു, അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടാവണം. അതിന് ആദ്യം എന്റെയും സ്നേഹയുടെയും വിവാഹം നടത്തണം. 11 ദിവസം കഴിഞ്ഞ് നടക്കാനിരിക്കുന്നത് 48 മണിക്കൂറിനുള്ളിൽ നടക്കണം. അർച്ചന പറഞ്ഞ അതേ 48 മണിക്കൂറിനുള്ളിൽ. ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും എന്താണ് നീ വിവാഹത്തെപ്പറ്റി മാത്രം ചിന്തിക്കുന്നത്? നിനക്ക് അത്രയ്ക്ക്
എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നൊക്കെ അവന്തിക വളരെ ദേഷ്യത്തോടെ പറയുമ്പോൾ ധനുഷ് പറയുന്നു, ആദ്യം ഞാൻ പറയുന്നത് എന്താണെന്നും എന്തിനാണെന്നും നീ ഒന്ന് മനസ്സിലാക്ക്. അജയനെ കൊന്നത് നീയും ആ ബോഡി കൊണ്ട് കളഞ്ഞത് ഞാനും. നമ്മളെ ഒന്നും രണ്ടും പ്രതികളാണ്. ജീവപര്യന്തം ഉറപ്പാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനും കൂടിയാണ് ഈ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താൻ പറയുന്നത്. ഞാനും സ്നേഹയും വിവാഹം കഴിച്ചാൽ ഞാനും ആ കുടുംബത്തിലെ ഒരു അംഗമായി മാറും. പിന്നീട് അർച്ചനയ്ക്ക് മാത്രമായിട്ട് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാൻ അങ്ങനെ സേഫായി നിൽക്കുന്നിടത്തോളം കാലം നിന്നെയും സേഫാക്കും ഞാൻ സ്നേഹയുടെ കഴുത്തിൽ കെട്ടുന്ന ആ താലിയാണ് ജീവൻ പര്യന്തം കിട്ടാനുള്ള ആ കേസിലെ നമ്മുടെ മുൻകൂർ ജാമ്യം. പിന്നെ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത് നമ്മളല്ല, അർച്ചനയാണ്. ജയിലിലല്ല, നെല്ലിശ്ശേരി വീട്ടിൽ. സേതുമാധവന്റെ മൂത്ത മകന്റെ ഭാര്യയും ഇളമകളുടെ ഭർത്താവും ചേർന്നുണ്ടാക്കുന്ന ശിക്ഷ. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഞാൻ സ്നേഹയുടെ ഭർത്താവാണെങ്കിലും എന്റെ ഇഷ്ടവും കരുതലും എന്നും അവന്തികയ്ക്ക് തന്നെയായിരിക്കും. എല്ലാത്തിലും ആധിപത്യം നേടി വിജയിച്ചു മടുക്കുമ്പോൾ ഒരൊറ്റ തീർപ്പാക്കൽ. മനസ്സിലിടം തന്ന നന്ദനിട്ട് സ്നേഹ വരെ തലയും ശരീരവും 2 കഷ്ണങ്ങളാക്കി നമ്മൾ മുറിച്ചിടും. എല്ലാവരുടെയും തലയും ഉടലും വെവ്വേറെ കണ്ട് പകച്ചു നിൽക്കുന്ന അർച്ചനയെ നീ കൊല്ലണം. അത് പക്ഷേ എൻ്റെ പ്രതികാരത്തെ പഴക്കം വന്ന തുരുമ്പടിച്ച വാളുകൊണ്ടല്ല, നമ്മുടെ കുഞ്ഞിനെ നശിപ്പിച്ച എല്ലാവരെയും നശിപ്പിക്കാനുള്ള ഞാൻ മൂർച്ച കൂടുന്ന ആ വാളുകൊണ്ട്. ഇതാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലെ ഏക ആഗ്രഹവും തീരുമാനവും. അല്ലാതെ നീ കരുതി വെച്ചിരിക്കുന്ന ഒരിഷ്ടവും സ്നേഹയുടെ മേലോ ആരുടെ മേലോ ധനുഷിനില്ല. നമ്മുടെ പ്രതികാരങ്ങൾ വേറിട്ടതായതുകൊണ്ട് സാഹചര്യത്തിനനുസരിച്ച് പല തീരുമാനങ്ങളും നമ്മൾക്ക് എടുക്കേണ്ടി വരും. എന്റെയും നിന്റെയും മതി പറഞ്ഞ ഇഷ്ടം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഞാനും നീയും പലതും കണ്ടില്ല എന്ന് കരുതി കണ്ണടക്കേണ്ടി വരും. അതിന് വൈകാരികതകൾക്ക് സ്ഥാനമില്ല, ലക്ഷ്യങ്ങൾക്കേ ഉള്ളൂ. ഇനി നീ പറയ്, ഈ വിവാഹം വേഗത്തിൽ നടക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആ വിവാഹത്തിൽ അർച്ചന ഉണ്ടാകാനും പാടില്ല. ഞാൻ എന്ന് നിന്നെ വിശ്വസിച്ചിട്ടേ ഉള്ളൂ, അനുസരിച്ചിട്ടേ ഉള്ളൂ. നീ നേരത്തെ പറഞ്ഞതൊക്കെയാണ് ഇനി സംഭവിക്കാനിരിക്കുന്നതെങ്കിൽ ഈ വിവാഹം നമുക്കിനി നടത്താം. ഇത് നടക്കണമെങ്കിൽ അർച്ചന മാത്രം ഒഴിവായാൽ പോരാ. ഈ വിവാഹത്തിനെതിരെ നിൽക്കുന്ന എല്ലാവരെയും മാറ്റി നിർത്തണം. ആതിര ഹോസ്പിറ്റൽ ആയതുകൊണ്ട് വൃന്ദാവനത്തിലെ എല്ലാവരെയും സന്ദീപിനെയും അവിടെ തന്നെ ബ്ലോക്ക് ചെയ്യാം. ബാക്കിയുള്ളവരുടെ കാര്യം നമുക്ക് ആലോചിക്കാം. അതിനൊക്കെ മുന്നേ അർച്ചന സ്നേഹയെ പറഞ്ഞ് മനസ്സ് മാറ്റാതെ നോക്കണം. സ്നേഹയുടെ മനസ്സ് മാറില്ല, അതിനുള്ളത് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് ധനുഷ്. അർച്ചന നെല്ലിശ്ശേരിയിലെ ഉരുക്ക് വനിത എന്നെ ഞാൻ കളിയാക്കി വിളിച്ചതാണെങ്കിലും അവളൊരു ഉരുക്ക് തന്നെയാണ്. എന്തു പറഞ്ഞാലും കുലുങ്ങാത്ത ഉരുക്കിനെ ഞാനൊന്ന് ഉലയ്ക്കുന്നുണ്ട്. അങ്ങനെ അതിനെപ്പറ്റി ആലോചിക്കുകയാണ് രണ്ടുപേരും. ശേഷം കാണിക്കുന്നത് സേതുമാധവൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഒരു പയ്യൻ വരുന്നുണ്ട് സ്കൂട്ടറിൽ. ഒരു കൊറിയറുമായിട്ടാണ് വന്നിരിക്കുന്നത്. സാർ, ഈ വീട്ടിലെ സ്നേഹ എന്ന് പറയുന്ന ആൾക്ക് ഒരു പാഴ്സൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സ്നേഹയെ വിളിക്കുകയാണ് സേതുമാധവൻ. സ്നേഹ അവിടേക്ക് വരുന്നു. സോറി, സ്നേഹയ്ക്ക് പകരം അർച്ചനയാണ് വരുന്നത്. സ്നേഹ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നുണ്ട്, അവള് അകത്തുണ്ടാകും. എന്താണ് അച്ഛാ കാര്യം? ദേ, സ്നേഹയ്ക്ക് ഒരു കൊറിയർ ഉണ്ടെന്ന്, അത് വന്ന് വാങ്ങാൻ പറയുന്നു. ഇങ്ങ് തന്നേക്ക്, ഞാൻ കൊടുത്തോളാം അവൾക്ക് എന്ന് പറഞ്ഞ് അർച്ചന അത് വാങ്ങിക്കുന്നുണ്ട്. എന്തോ ഗിഫ്റ്റ് ആണെന്ന് തോന്നുന്നു എന്ന് അർച്ചന പറയുമ്പോൾ സേതു പറയുന്നു, വിവാഹമൊക്കെ അല്ലേ, അവളുടെ ഫ്രണ്ട്സ് അയച്ചതായിരിക്കാം. അങ്ങനെ അർച്ചന മുകളിലേക്ക് പോവുകയാണ്. ഇതേ സമയം അവന്തികയുടെ കാർ അവിടേക്ക് വന്നു. അവന്തിക സ്നേഹയോട് ചോദിക്കുന്നു, ആരാണ് അച്ഛാ വന്നിട്ട് പോയതെന്ന്. സേതു പറയുന്നുണ്ട്, സ്നേഹയ്ക്ക് ഒരു കൊറിയർ ഉണ്ട്, അതിന്റെ ആളാണെന്ന്. സംശയത്തോടെ അതിൽ നോക്കി നിൽക്കുകയാണ് അർച്ചന. ഇതുവരെ അർച്ചന അത് സ്നേഹയ്ക്ക് കൊടുത്തില്ലായിരുന്നു. അവന്തിക അർച്ചനയുടെ അടുത്തേക്ക് വന്നു. ദേ, ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്, ദാ എന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, എനിക്കെന്തിനാ ഇത്? സ്നേഹയ്ക്ക് വന്നതല്ലേ? അതെ, സ്നേഹയ്ക്ക് വന്നതാ. അയച്ചാള് 2 പേർക്കും പ്രിയപ്പെട്ടതായതുകൊണ്ട് നിങ്ങൾക്ക് 2 പേർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് എടുക്കാമെന്ന് പറയുന്നു. എന്താ പൊടിച്ചു നോക്കുന്നു എന്നും പറയുന്നു. ഞാൻ എന്തിനാ നോക്കുന്നത്? അല്ല, 2 പേർക്കും പ്രിയപ്പെട്ടവൻ എന്ന് നീ ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് അവന്തിക പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, മനസ്സിലാകാത്തോണ്ടല്ല, ആയില്ല എന്ന് നടിക്കുന്നതാണ്. ധനുഷ്, നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമുള്ള കാര്യം എനിക്കറിയാം. അത് ഏത് പരിധിവരെ ഉണ്ടെന്ന് മാത്രമേ അറിയാനുള്ളൂ. എന്ത് ബന്ധമായാലും അത് ശരിയല്ല എങ്കിലും നിങ്ങളായതുകൊണ്ട് ഞാൻ അതിൽ അത്ഭുതപ്പെടുന്നതുമില്ല. അതെന്തെങ്കിലും ആവട്ടെ. ഈ ഗിഫ്റ്റിൽ ഫ്രെയിം അഡ്രസ്സ് കണ്ടോ? ഡി. ഈ ഗിഫ്റ്റിൽ കാണുന്ന ഡി ഒരു ഡോഗ് തന്നെയാണ്. അതിൻ്റെ പേര് ധനുഷ് എന്നാണ്. സ്നേഹയ്ക്ക് ഒരു ഗിഫ്റ്റ് വരികയും അതിൻ്റെ ഫ്രം അഡ്രസ്സിൽ ഡി എന്ന് മാത്രം എഴുതിവിട്ടാൽ ഇവിടെയുള്ള ആർക്കും അത് മനസ്സിലാകില്ല എന്നാണ് അത് എഴുതിവിട്ട ആ ബുദ്ധിമാനായ ധനുഷിൻ്റെ വിചാരം. ഇപ്പോൾ ശരിക്കും ഇതിനകത്ത് എന്താണെന്ന് അറിയാൻ ഒരു കൗതുകം തോന്നുന്നുണ്ട് അല്ലേ? ഇന്നാ തുറന്നു നോക്ക് എന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക ദേഷ്യത്തോടെ അത് വാങ്ങിയിട്ട് തുറന്നു നോക്കുന്നു. അത് തുറന്നു നോക്കുമ്പോൾ അതിൽ ഹാർട്ട് ഷേപ്പിൽ ആദ്യം ഒരു പെട്ടി ഇരിക്കുന്നുണ്ട്. ഹാർട്ട് ഷേപ്പിന്റെ ഒരു ചിഹ്നവും. നിങ്ങളുടേത് എന്ന് കരുതുന്ന ഹാർട്ടല്ലേ അവനിപ്പോൾ മറ്റൊരു പെണ്ണിനെ പാഴ്സൽ അയച്ചിരിക്കുന്നത്? തുറക്ക്, എന്തൊക്കെയാണ് അതിൽ എന്നറിയാലോ എന്നൊക്കെ അർച്ചന ഇങ്ങനെ സന്തോഷത്തോടെ പറയുമ്പോൾ
അവൻ്റെ അത് തുറന്നു നോക്കി. കമ്മലോ, ആഹാ കൊള്ളാലോ എന്ന് പറഞ്ഞ് അർച്ചന അത് നോക്കുന്നു. സ്നേഹയ്ക്ക് ഇത് നന്നായിട്ട് ചേരും അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു നെക്ലേസും ഉണ്ട്. ആഹാ ഇതും ഉണ്ടായിരുന്നോ? ഇത് അല്പം വിലയുള്ള സാധനമാണല്ലോ. ഇത് കണ്ടാൽ അറിയാം ധനുഷിന് സ്നേഹയോട് അത്രമാത്രം സ്നേഹമാണെന്ന്. ഇനി ഇതിലൊന്നും ഇല്ല എന്ന് നോക്കുന്നു. അതിൽ ഒരു ലെറ്ററും കാണുന്നുണ്ട്. ആഹാ പ്രേമലേഖനം ഉണ്ടോ? തുറന്ന് വായിച്ചു നോക്ക്. അതിൽ എഴുതിയിരിക്കുന്നത് ചിലപ്പോൾ അവൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതായിരിക്കുമെന്നും അർച്ചന പറയുന്നു. ദേഷ്യത്തോടെ അവന്തിക അത് തുറന്നു വായിക്കുകയും ചെയ്യുന്നു. അത് വായിച്ചിട്ടാണെങ്കിൽ അവന്തികയ്ക്ക് ദേഷ്യം വരുന്നു. ഇങ്ങനെ മനസ്സിൽ വായിച്ചാൽ ഞാൻ ഇങ്ങനെ കേൾക്കും, ഉറക്കെ വായിക്കേ, അല്ലെങ്കിൽ ഇങ്ങോട്ട് താ ഞാൻ വായിക്കാമെന്ന് പറഞ്ഞ് അർച്ചന അത് വാങ്ങി വായിക്കുന്നുണ്ട്. എത്രയും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം സ്നേഹ അറിയുന്നതിന്. ഞാൻ ധനുഷാണ് കേട്ടോ. ഫ്രം അഡ്രസ്സിലെ ഡി കണ്ട് കൺഫ്യൂഷനായി അല്ലേ? അത് മറ്റാരും അറിയണ്ട എന്ന് കരുതിയാണ്. ഞാനാണ് ഈ പാഴ്സൽ അയച്ചത് എന്നറിയുമ്പോൾ തൻ്റെ മുഖത്തുണ്ടാകുന്ന ആ ചിരിയില്ലേ, അത് നേരിട്ട് കാണണം എന്നെനിക്കുണ്ടായിരുന്നു. തൻ്റെ അർച്ചനയെടുത്തെയും അവന്തികയെടുത്തെയും നോക്കി നടക്കല്ലേ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് എന്ന് നോക്കി. അതിലേറ്റവും ശല്യം അവന്തികയെടുത്തെയാണ് കേട്ടോ. അവർക്ക് വല്ലാത്ത അഹങ്കാരമാണ്. ആരോ ആണെന്നാണ് ഭാവം. ഇനിയിപ്പോൾ ആരെന്ത് പറഞ്ഞാലും എതിർത്താലും സ്നേഹ ധനുഷിന്റെ സ്വന്തമാണ്. ധനുഷ് ആരെങ്കിലും വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് സ്നേഹയായിരിക്കും. ഒരു നിവർത്തിയുമില്ലെങ്കിൽ നമുക്ക് ഈ നാട് വിട്ട് മറ്റെവിടേക്കെങ്കിലും പോകാം. പറയാനുള്ളതൊക്കെ ഇനി നേരിട്ടാകാം എന്ന് സ്നേഹയുടെ മാത്രം ധനുഷ്. ഐ ലവ് യു സ്നേഹ, ഐ ലവ് യു സോ മച്ച് എന്നൊക്കെ ആ കത്തിൽ എഴുതിയിരിക്കുന്നത് അർച്ചന അതിൻ്റെതായ ഭാവത്തിലും രൂപത്തിലും വായിക്കുന്നു. ഈ സമയം സ്നേഹ അവിടേക്ക് വരികയും വളരെ ദേഷ്യത്തോടെ ആ ലെറ്റർ തട്ടിപ്പറിച്ച് വാങ്ങിക്കുകയും വളരെ മോശമായി സംസാരിക്കുകയും ചെയ്യുന്നു. എനിക്ക് വന്ന ഗിഫ്റ്റ് ബോക്സ് തുറന്നു നോക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു? അതിന് പൊട്ടിച്ചത് ഞാനല്ലല്ലോ, അവൻ്റെ കേടുത്തിയല്ലേ എന്ന് അർച്ചന പറയുമ്പോൾ സ്നേഹ പറയുന്നു, ആരായാലും അത് ശരിയായില്ല. ശരിയല്ലെങ്കിൽ നീ പോയി കേസ് കൊടുക്ക് എന്ന് അർച്ചന. നിനക്ക് ആരെങ്കിലും ഒരു ഗിഫ്റ്റ് അയച്ചാൽ അത് ആരാണെന്ന് വ്യക്തമായിട്ട് എഴുതണം. അല്ലെങ്കിൽ ABCD എന്നൊക്കെ എഴുതിയാൽ തുറന്നു നോക്കിയെന്ന് വരും. ഞാൻ ഏടത്തിയോട് അപ്പോഴേ പറഞ്ഞതല്ലേ തുറക്കണ്ട, അത് സ്നേഹയ്ക്ക് ഇഷ്ടമാവില്ല എന്ന്. ഇപ്പോൾ കണ്ടില്ലേ, ഇനിയെങ്കിലും അതങ്ങ് കൊടുക്കെടുത്തി എന്നൊക്കെ അർച്ചന അവന്തികയോട് പറയുന്നു. അവന്തിക അർച്ചനയൊരു നോട്ടം. സ്നേഹ തന്നെ അവന്തികയുടെ കയ്യിൽ നിന്നും അത് പിടിച്ചു വാങ്ങിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. സ്നേഹം പോയതിനു ശേഷം അർച്ചന അവന്തികയോട് പറയുന്നു, അപ്പോൾ ഞാൻ ഊഹിച്ചത് ശരി തന്നെയാണ്. വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞതോടെ ധനുഷിന് സ്നേഹയോട് വല്ലാത്ത ഇഷ്ടം തോന്നിക്കാണും. അതായിരിക്കും ഈ ഗിഫ്റ്റൊക്കെ അയച്ചത്. വല്ലാതെ ദേഷ്യത്തോടെ തന്നെ നിൽക്കുകയാണ് അവന്തികയും. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.